അങ്ങനെ പേളിമാണി ദിയാകൃഷ്ണയെ ചെറുതായിട്ടൊന്ന് ചൊറിഞ്ഞു. ഇപ്പൊ അതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. ദിയാകൃഷ്ണ എയറിലാണ്. കാരണം എന്താന്നൊക്കെ അറിയാവുന്നതാണ് എല്ലാവർക്കും. അങ്ങനെ വഴിയെ പോകുന്നവരൊന്നും അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്ക് എന്റെ വീട്ടിൽ സ്വന്തമായിട്ട് ഒരു അമ്മ ഉണ്ട്. അമ്മായി അമ്മയൊക്കെ അമ്മ എന്ന് വിളിക്കണവന്മാരൊക്കെ മുതുവാഴകളാണെന്ന് വരെയുള്ള ബൈറ്റാണ് ദിയാകൃഷ്ണയുടെ വ്ളോഗിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയി പുറത്തിറങ്ങിയ പേളിമണിയുടെ സർപ്രൈസിംഗ് ഫോർ അവർ ബേബി സിറ്റർ എന്ന് പറഞ്ഞ വ്ളോഗില് ദിയാകൃഷ്ണയ്ക്ക് ഇട്ട് അറിഞ്ഞോ അറിയാതെയോ ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ട്, അതും ഒരു കമന്റിന്. അപ്പൊ ഈ രണ്ട് ആൾക്കാരെ വെച്ചിട്ടാണ് ഇപ്പൊ കമ്പാരിസൺ നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടുപടി പേളിമണി എന്ന് വരെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പേളിന്റെ വ്ളോഗ്സിലേക്ക് നമുക്ക് പോകുന്നതിന്റെ മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ആക്ച്വലി വളരെ ഇത് ഞാൻ പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഐ വോണ്ട് റിമെമ്പർ ദിസ് മൊമെന്റ്. സോ പെട്ടെന്ന് ശ്രീനി ഇത് ഷൂട്ട് ചെയ്ത് ബ്ലോഗ് ഇടണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വെറുതെ റെക്കോർഡ് ചെയ്ത് വെക്കുന്ന ഒരു മൊമെന്റ് ആയിട്ട് എനിക്ക് തോന്നി. സോ ബേസിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവളുടെ അതായത് ഞങ്ങളുടെ ബേബി സിറ്റർ രഞ്ജു, അവിടെ ഉണ്ടാവും കേൾക്കാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞു പറയണേ. രഞ്ജു ഇപ്പൊ 2 വർഷമായി നമ്മുടെ കൂടെ. അതായത് ഇവിടെ ജനിച്ച അന്ന് ഞാൻ വീട്ടിലേക്ക് ജനിച്ച് ഇവളെയും കൊണ്ട് വീട്ടിൽ പോകുമ്പോൾ അന്ന് പുതിയതായിട്ടുള്ള അന്നാണ് ജോയിൻ ചെയ്തത്. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് 2 വയസ്സ് കഴിഞ്ഞു. ഇന്ന് വരെ ഞങ്ങളുടെ കൂടെ നിന്ന ഒരു കുട്ടിയാണ്. ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഇവളുടെ കാര്യങ്ങൾ എൻ്റെ കാര്യങ്ങൾ വരെ നോക്കും. അതുപോലത്തെ ഒരു നല്ലൊരു പാവം വെച്ചാണ്. പക്ഷെ ഇപ്പം ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഷീസ് എ ബേബി സിറ്റർ. നമ്മുടെ ഫാമിലിയിലെ ഒരു അംഗം പോലെയായി. എനിക്ക് ശരിക്കും ഒരു അനിയത്തി പോലെ ആണ് എനിക്ക് തോന്നുന്നത്. അനിയത്തി എന്നുള്ള ലെവലിലൊക്കെ ഉപമിക്കണമെങ്കിൽ അത് അത്രയും നല്ല രീതിയിൽ അവര് പേളി ആൻഡ് ഫാമിലിയെ നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കണം. നേരെ തിരിച്ച് ആ ജോലിക്കാർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട്, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത്. അതിനെയാണ് ദിയാകൃഷ്ണയായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതായത് സ്വന്തം മദറിൻ ലോനെ വരെ വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാർ എന്നുള്ള ലെവലിൽ ഉപമിച്ച ദിയാകൃഷ്ണയെയാണ് ഇവിടെ കമ്പയർ ചെയ്യുന്നത് ആൾക്കാർ. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ദിയാകൃഷ്ണ നാക്കിന് ലൈസൻസ് ഇല്ലാണ്ട് വളവളാന്ന് ഓരോന്ന് അടിച്ചിറക്കും ചെയ്യും. ഇപ്പൊ എടുത്ത് അവർക്ക് അത് ബോധ്യപ്പെട്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് സ്റ്റോറി ഒക്കെ ഇട്ടിറങ്ങും കേട്ടോ, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയ്ക്കും നമ്മളെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യണം. ഇപ്പൊ ഇന്ന് ഈ പില്ലൊക്കെ കണ്ടോ, ഇത് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടല്ല മാറ്റിയേക്കുന്നത്, അവളായിട്ട് അറിഞ്ഞ് മാറ്റിയേക്കണം. അതുപോലെ ഈ വീട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞും കണ്ടും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പം ഐ വോണ്ട് ടു ഇപ്പൊ അവള് നാട്ടിൽ പോവാണ്. അച്ഛന് സിസ്റ്ററിന് വയ്യാത്തതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ഒരു 10-15 ഡേയ്സ് അവൾ വീട്ടിൽ പോവാണ്. അപ്പൊ ഐ ജസ്റ്റ് ചുമ്മാ വോണ്ട് ടു ഗിവ് ഹർ സംതിങ്. ഇതുവരെ അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടൊരു സൽവാര അങ്ങനത്തെ ഉടുപ്പുകളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമെങ്കിലും ഒരു നല്ലൊരു പുസ്തകം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. I felt like today is that day where I want to gift her something. Because ഇന്ന് അറേബ്യയിൽ പോയപ്പോൾ കുറച്ച് നല്ല ഒരു മാല ഇത് 2 കൊടുക്കാൻ പോണേ. സോ എന്താ അവളുടെ റിയാക്ഷൻ നോക്കി കാണാൻ കേട്ടോ. അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവള് വെറുതെ നടക്കുമായിരുന്നു. അപ്പൊ ഞാൻ നല്ല ഉടുപ്പൊക്കെ ഇട്. നിത്തുവിന് ഒരു കമ്പനി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇടുന്ന വ്ളോഗായിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത്. നിങ്ങളും കൂടെ അഭിനയിച്ചോ. ഞങ്ങളും കൂടെ അഭിനയിക്കാനോ? ഇത്രയും നേരം ഓർണമെന്റ്സ് കൊടുക്കുകയാണ്, സർപ്രൈസിങ് സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളും കൂടെ അഭിനയിക്കണമല്ലേ? നല്ലതാ ചേച്ചി, ഞങ്ങളും അഭിനയിച്ചേക്കാം. ബേബി സിറ്റർക്ക് ഇങ്ങനെ ഓർണമെന്റ്സ് ഒക്കെ കൊടുക്കണമെങ്കിൽ, വിലയേറിയ കുറച്ച് ആഭരണങ്ങളൊക്കെ വാങ്ങി കൊടുക്കണമെങ്കിൽ അത് അത്രയും നല്ല രീതിയിൽ ഇവരെ ട്രീറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. നമുക്ക് ഒരിക്കലും ഇത് വെച്ചിട്ട് വേറെ ആളെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ദിയാകൃഷ്ണ എന്ന് പറയുന്ന ആള് അവരുടെ ബിസിനസ് ഡെവലപ്മെന്റും പിന്നെ അവരുടെ ഫാമിലി കുറച്ച് കാര്യങ്ങളും മിക്സ് ചെയ്തിട്ട് ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അവരെയായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റും. നാക്കിന് ലൈസൻസ് ഇല്ല എന്നുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ തന്നെയാണ്. ചിലപ്പോൾ അവരത് വേണം വെച്ചിട്ട് ആവില്ല പറയുണ്ടാവുക. പക്ഷെ കേൾക്കുന്ന ആൾക്കാർ അത് എങ്ങനത്തെ രീതിയിൽ എടുക്കുമെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് അവിടെ ദിയാകൃഷ്ണ ചെയ്യുന്നില്ല. ഉപമിക്കുന്ന കാര്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പേളിമണി അവരുടെ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ബേബി സിറ്റർക്കാണ് ഒരു ഓർണമെന്റ്സ് വാങ്ങി കൊടുക്കുന്നത്. അവിടെ സ്വന്തം അമ്മായിയമ്മയെ വഴി കൂടെ പോകുന്ന ആൾക്കാരെന്ന് വെച്ച് കമ്പയർ ചെയ്ത ദിയാകൃഷ്ണ. അതെന്തായാലും അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അവ പറഞ്ഞു വരുന്ന എന്തായാലും ആ ഒരു പോയിന്റിൽ ഇവരെ തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ബോത്ത് ആർ ഡിഫറെന്റ് പേഴ്സൺ. നല്ല മാല വാങ്ങിച്ചേട്ടാ. രഞ്ജു, ഈ മാല എങ്ങനെയുണ്ടെന്ന് നോക്ക്. എങ്ങനെയുണ്ടടി? ഇഷ്ടായോ? ആര്യക്ക് ഇഷ്ടായോടി? ഈ മാല എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ഈ മാല ഏതേക്കും അതിനകത്തിട്ടോ. ആ, എങ്ങനെയുണ്ട് ഈ മാല? ആര്യ രഞ്ജു എനിക്കൊന്ന് ഇട്ടുതാ. അല്ലെ നീ ഒന്ന് ഇട്ടാണെങ്കിൽ നീ എന്റെ കഴുത്തിൽ ഓൾറെഡി ഇതുണ്ട്. എന്താ പറഞ്ഞത്? രഞ്ജുയുടെ കഴുത്തിലിടാനോ? എന്റെ മാലയാ അത്. കുട്ടറെ മുന്നിൽ വെച്ചിട്ട് രഞ്ജുവിന് ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നു, മാല കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി പറയാതിരിക്കും. കുഞ്ഞു കുട്ടിയല്ലേ,
പറയുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡാ, പറഞ്ഞ കാര്യമില്ല. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. എങ്ങനെ എഴുത്തിലിട്ടോന്ന് ഇത് എനിക്ക് ഒന്ന് എനിക്കറിയത്തില്ല. അതെ നോക്കട്ടെ. ഇഷ്ടായോ? ഇതെന്താ ഇത് വെളിച്ചത്തിൽ നിന്ന് നോക്കട്ടെ. നല്ല മാല കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് എന്റെ എല്ലാ മോഡേൺ ഡ്രസ്സിന്റെ കൂടെയും ഇങ്ങനെ നല്ല മാല. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് രഞ്ജിയുടെ മാലയാ. അച്ഛാ ഹേ നിനക്ക് ഗോൾഡ് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ? അവളിങ്ങനെ അവള് പ്രതീക്ഷിച്ചില്ല. ശരിക്കും നല്ല രസമില്ല, അവൾക്ക് ചേരുന്നില്ലേ? വൺ മോർ തിങ് ഉണ്ട്, ഇത് നിനക്കാണ്. മറ്റേ സൈഡ് നല്ല ബ്രേസ്ലെറ്റ്. ഇതാണ് ഞാൻ ആദ്യം എടുത്തത്. നിങ്ങൾ ഇട്ട് കാണിച്ചു തരാം. ഏത് കയ്യിലിടണ്ടേ? ഇത് റഫ് യൂസ് ഒക്കെ ചെയ്യാം. ഇതൊന്ന് സൂക്ഷിക്കാൻ അവർ പറഞ്ഞു. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്, പൊട്ടിപ്പോവും. പക്ഷെ ഇത് നീ എത്ര വേണമെങ്കിലും നിനക്ക് ഇടാം, കുഴപ്പമില്ല. കറക്റ്റ്. ഇഷ്ടമായടി? അപ്പൊ 2 വർഷമായിട്ട് എന്റെ കൂടെയുള്ള എന്നെയും നിത്തു ഞങ്ങളുടെ ഫാമിലിയുടെ കൂടെയുള്ള എന്റെ അനിയത്തിയാണിത്. സോ എന്റെ അനിയത്തിക്കുള്ള ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഇവിടെ അവര് തമ്മിലൊരു ബോണ്ടാണ് മനസ്സിലാക്കേണ്ടത്. കാരണം സ്നേഹം എന്ന് പറയുമ്പോൾ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്, അല്ലാണ്ട് വൺ വേ അല്ല. ഓൾറെഡി ഇപ്പൊ ദിയാകൃഷ്ണ എയറിലാണല്ലോ, അത് വെച്ചിട്ടാണ് ഇപ്പൊ ആൾക്കാർ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ കമന്റ് ഒന്ന് നമുക്ക് വായിക്കാം. ഇതാണ് വളർത്തുഗുണം, അല്ലാതെ സ്നേഹമുള്ള അമ്മായി അമ്മയെ പോലെ പോലും വഴിയെ പോകുന്നവരെ ഒന്നും അമ്മ എന്ന് വിളിക്കല്ലേ എന്ന് പറഞ്ഞ ടീമിനെ പോലെയല്ല പേടിച്ചേച്ചി. ശ്രീനിയേട്ടന്റെ അമ്മയെയും അവരുടെ റിലേറ്റീവ്സിനെയും എന്തൊരു കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ചേച്ചി ട്രീറ്റ് ചെയ്യുന്നത്. അവരുമായുള്ള എല്ലാ വ്ളോഗിലും അത് കാണാൻ പറ്റുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. ആരും അല്ലാതിരുന്നിട്ടും കൂടി മറ്റുള്ളവരെ സ്നേഹിക്കാനും മനസ്സിലാക്കാനുള്ള മനസ്സുണ്ടല്ലോ, ഇനിയും ഉയരങ്ങളിലെത്തും. പേളിമാണി എന്ന് പറയുന്ന ആള് അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ ദിയാകൃഷ്ണ ആ ലെവലുള്ള ഒന്നും ചെയ്യണം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഒരിക്കലും നമുക്ക് അവരെ അങ്ങനെ ഒരു ഇതിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഓരോ പേഴ്സന്റെ ക്യാരക്ടർ ഡിഫറെന്റ് ആണ്, അത് വെച്ചിട്ട് തന്നെ അവര് പെരുമാറും ചെയ്യുള്ളൂ. പേളിയെ പോലെ തന്നെ ആവണം ഇവര് എന്ന് വെച്ച് കമ്പയർ ചെയ്യുന്നതോട് എനിക്ക് വിയോജിപ്പാണ്. പിന്നെ ഇവിടെ അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, മുമ്പ് തന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പേളി അറേബ്യൻ ഗോൾഡിന്റെ പുതിയൊരു ഷോപ്പ് ഇനാഗ്രേഷന് പോയിട്ട് അവിടെ ഒരു അമ്മ, വയസ്സായ അമ്മ ഇവരെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് സംസാരിക്കാനും കാര്യമൊന്നും പറ്റിയില്ല. അതോടൊപ്പം തന്നെ ആ വ്ളോഗില് ആ അമ്മയുടെ മകള് പറയുന്നുണ്ട്, ഉദ്ദേശിച്ച ഗോൾഡ് എടുക്കാൻ പോയപ്പോ അതിനുള്ള ഫണ്ട് തികഞ്ഞില്ല. പേളിമണി ആ വ്ളോഗ് കണ്ടിട്ട് നേരെ അവര് വിചാരിച്ച ആ ഓർണമെന്റ് അവർക്ക് തന്നെ ഗിഫ്റ്റ് ആയി കൊടുക്കുന്നുണ്ട്. സെയിം ഇവിടെ ഈ ബേബി സിറ്റർക്ക് കൊടുത്തിരിക്കുന്നു, അവിടെ തന്നെ പർച്ചേസ് ചെയ്ത ഗോൾഡാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഇതൊരു അവർക്കൊരു പെയ്ഡ് പ്രൊമോഷൻ എന്നുള്ള ലെവലില്. പക്ഷെ പെയ്ഡ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ കാണിക്കുന്ന ഒരു മനസ്സിനെയാണ് നമ്മളിവിടെ കാണേണ്ടത്. ഇവിടെ എങ്ങനെയാണെങ്കിലും പേളി അവിടെ കൊടുക്കാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ, അതിനെ വേണം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാൻ. പേളി ദിയെ ഒന്ന് ചൊറിഞ്ഞു, ദിയ ചൊറിച്ചിൽ മാറ്റി കൊടുത്തു. പേളി ദിയെ ചൊറിഞ്ഞോ, ദിയ അണ്ണാക്കിൽ തന്നെ കൊടുത്തു. അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നേരത്തെ കാണിച്ച മറ്റേ കമന്റില് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അവിടെ കൊടുക്ക താഴെ പേളി കമന്റില് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കാനുള്ളത്, ഇവരെ രണ്ടുപേരും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ ഈ കാര്യത്തില്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. കമ്പയർ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതൊക്കെ